ഈ ലൈവ് ഷോയിലെ കമന്റ് സെഷൻ ബാക്കിലെ LED വോളിൽ കൊടുക്കാന്നുള്ളത് ആരുടെ ഐഡിയ? എൻ്റെ ഐഡിയ. ആൾക്കാർ ഭയങ്കര ഓണമായിട്ട് റിസീവ് ചെയ്യുകയും ചെയ്തല്ലേ. ഈ ലൈവ് പെർഫോമൻസിന് വരുമ്പോൾ ഗൗരിക്ക് കിട്ടുന്ന വലിയ അക്സെപ്റ്റൻസും ഈ സൈബർ സ്പേസിൽ ഈ അറ്റാക്കും തുടങ്ങിയിട്ട് ഇത് ഇന്നോ ഇന്നലെയോ ഉള്ള പരിപാടിയല്ല. അത് അജിതാരയ്ക്ക് മുന്നേ ഈ പരിപാടി ഉണ്ട് എന്നുള്ളത് ഗൗരിയെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഹേറ്റ് ക്യാമ്പയിൻ ക്യാരി ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് ഗൗരിക്കുണ്ടോ? വളരെ ആഗ്രഹിച്ച് വളരെ സന്തോഷത്തോടു കൂടി വളരെ എക്സൈറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ സെൻസ്ലെസ് ആയിട്ടുള്ള രീതിയിൽ ഹെയ്റ്റ് വരിക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷെ എനിക്കിപ്പം ഐ തിങ്ക് ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്. ഇനി ഇത് കൂടത്തേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു സ്പേസിലോട്ട് എത്തി. അതായത് ഇനി അടുത്ത വർക്കുകൾക്കും ഇത്രയും അല്ലെങ്കിൽ ഇതിൽ കൂടുതലും ഹെയ്റ്റ് വന്നേക്കാം. അതിനൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഞാൻ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന അവസരങ്ങളിൽ ആളുകളോട് എങ്ങനെ സംസാരിക്കണം, സ്വയം എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു മാനേജ്മെന്റ് പ്ലാൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഇപ്പം എൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. ഈ ഡിഗ്രി കാലഘട്ടം വരെ ചേർത്തല പോലെ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ഗൗരി എന്ന് പറഞ്ഞ ഒരു കുട്ടി ഈ ഇത്രയും സ്റ്റീരിയോ ടൈപ്പുകളെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ട് റിഫോം ആയത് എങ്ങനെയായിരുന്നു ആ ജേണി? വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ആളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ജനറലി ആ ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് കുറേ കാര്യങ്ങൾ മാറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഈവൻ ഇഫ് ഒരു വില്ലേജിൽ വളർന്ന ആളാണ് പക്ഷെ ഐ വാസ് വെരി മച്ച് എക്സ്പോസ് ടു ബുക്സ്. അല്ലെങ്കിൽ എവിടെയൊക്കെ പുതിയ പാട്ടുകൾ കേൾക്കാൻ പറ്റുമോ കേൾക്കുമായിരുന്നു. പുതിയ സിനിമകൾ, പുറത്തുള്ള സിനിമകൾ കാണാൻ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ പോയി സിനിമകൾ കാണുമായിരുന്നു. 18 വയസ്സിലൊക്കെ അറിവിൽ പഠിക്കുന്ന സമയത്തൊക്കെ മാക്സിമം ആർട്ടിസ്റ്റുകളുമായിട്ട് സംസാരിക്കേണ്ട സ്ഥലത്ത് സംസാരിക്കുമായിരുന്നു. അവരോട് ചോദിക്കുകയായിരുന്നു പാട്ടുകൾ റെഫറൻസ് ഉണ്ടെങ്കിൽ തന്നെ കേൾക്കണം എനിക്ക്. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ആസ് എൻ ആർട്ടിസ്റ്റ് ആ ഒരു കുറച്ചുകൂടി ഓപ്പൺ ആയെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള സ്ഥലത്ത് നിന്ന് എങ്ങനെയും ആകാം എന്നുള്ള സ്ഥലത്തോട്ട് ഓപ്പൺ ആയത് അങ്ങനെയാണ്. പിന്നെ ചെന്നൈയിൽ ഒരു 4 വർഷം ഉണ്ടായിരുന്നു വെസ്റ്റേൺ വോക്കൽസ് പഠിക്കാൻ വേണ്ടി. അപ്പം ഞാൻ മ്യൂസിക്കിനെ ഒരു അപ്രോച്ച് ചെയ്യുന്ന രീതി തന്നെ വേറൊരു രീതിയിലാണ് എനിക്ക് തോന്നി. ആ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണെങ്കിലും എല്ലാത്തിലും ആ ഒരു കുറച്ചുകൂടി എംപത്തറ്റിക് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ എംപത്തറ്റിക് എൻ്റെ സർ ആയതുകൊണ്ടായിരുന്നു അല്ലാത്ത ആളുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. വളരെ എംപത്തറ്റിക് ആയിട്ട് വളരെ ഓപ്പൺ ആയിട്ട് മ്യൂസിക്കിനെ കാണുന്നൊരു സ്പേസും കുറേ ആളുകളെ കണ്ടപ്പോഴേക്കും അതെന്നെ ആസ് എ പേഴ്സൺ ഓൾസോ എനിക്ക് തോന്നുന്നു കുറേ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദെയർ എന്ന് എനിക്ക് തോന്നുന്നു. ഈ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ട്രഡീഷണൽ പരിപാടികൾ ഞാനും ആ ഒരു പ്രോസസ്സിലൂടെ പേഴ്സണലി കടന്നു പോകുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കും, ഒരു പേഴ്സണൽ ഡൗട്ട് കൂടെയാണ്. ഈ ട്രഡീഷൻസിൽ നിന്നുകൊണ്ട് തന്നെ ഈ കർണാട്ടിക് പെർഫോം ചെയ്യാതിരിക്കുമ്പോൾ ആൾക്കാർക്ക് ഇത് സഹിക്കുന്നില്ലല്ലോ. അജിത ഹരയൊക്കെ എനിക്ക് തോന്നുന്നു ഗണേശന്റെ ഏറ്റവും ബെസ്റ്റ് മിക്സിങ് ആൻഡ് മാസ്റ്ററിങ് ഉള്ളത് അജിത ഹരയിലാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു അറ്റംപ്റ്റിന് അത് അറ്റംപ്റ്റ് ആയിട്ട് കാണാൻ പറ്റാതെ ആ ഒരു ട്രഡീഷണൽ ഫോർമാറ്റിനകത്ത് നിൽക്കണം എന്ന് വളരെ റിഗ്രസീവ് ആയിട്ട് വിചാരിക്കുന്നവരുണ്ടല്ലോ. അപ്പൊ ഇവരോട് എന്താണ് ഗൗരിയുടെ ഒരു പ്രതികരണം? അല്ലെങ്കിൽ ഗൗരി ഇതിനെ ഒരു കർണാട്ടിക് സ്റ്റൈലിനെ സ്റ്റൈലൈസ് ചെയ്യാനുള്ള ഒരു തോട്ട് പ്രോസസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? അല്ല, ഇത് ഒന്ന് മനഃപൂർവ്വം എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടേ അവിടുന്ന് കംപ്ലയിൻസ് എന്നെ കുറിച്ചുണ്ടായിരുന്നു. അപ്പം ഞാൻ ക്ലാസ്സിൽ കർണാട്ടിക് പഠിക്കാൻ വന്ന കുട്ടി അതിനിടയ്ക്കൂടെ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി ക്ലാസ് കട്ട് ചെയ്ത് പോണു. ഇടയ്ക്ക് 3-4 ദിവസം ആബ്സെൻ്റായി ചെന്നൈയിൽ വെസ്റ്റേൺ ക്ലാസിക്കൽ പഠിക്കാൻ. അപ്പം എൻ്റെ HOD വീട്ടിൽ നിന്ന് ആളെയൊക്കെ വിളിപ്പിച്ചിട്ട് എൻ്റെ ക്ലാസ് ടീച്ചറിനോട് എൻ്റെ മനഃപൂർവ്വം തോപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയെ പാസ്സാക്കി വിടരുത്, ഇങ്ങനെയൊക്കെ ഉള്ളവരെ പാസ്സാക്കി വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞാൻ തോപ്പിക്കാൻ നോക്കി HOD എനിക്കുണ്ട്. അപ്പം ഇത് എല്ലാ കാലത്തും ഉള്ളത്. ഞാൻ അജിത ഹര ഇറക്കിയപ്പോൾ അല്ല ഇത് ആദ്യമായിട്ട് സംഭവിച്ചത്. ഇത് കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മൾ അവർ വരച്ച് വെച്ചിരിക്കുന്ന ബോക്സിൻ്റെ പുറത്തേക്ക് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പിടിച്ച് തിരിച്ചിടാൻ വേണ്ടിയുള്ള ശ്രമം എന്നുള്ളത് ഇറ്റ്സ് എ വെരി നോർമൽ തിങ്. അപ്പോൾ അത് അപ്പം മുതൽ ഇത് ചെയ്യുന്ന കൊണ്ട് ഇതൊരു പുതിയ കാര്യമല്ല. അപ്പം അജിതഹര ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അജിതഹര ഇങ്ങനെ ചെയ്യണം. ആളുകൾ എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഏതൊരു ആർട്ട് ഫോം ആണെങ്കിലും ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനധികം ആളുകളിലേക്ക് എത്താൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബലം പിടിക്കുന്നത് അതിൻ്റെ ഗ്രോത്തിനെ റെസിസ്റ്റ് ചെയ്യുള്ളൂ, അതിൻ്റെ ഗ്രോത്തിനെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതിരിക്കുകയേ ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കാലത്തിനനുസരിച്ച് എന്താണെങ്കിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേ ഇരുന്നാൽ മാത്രമേ തലമുറ അത് കൈമാറിപ്പോവുള്ളൂ. അപ്പോൾ അജിതഹര ഇറ്റ് സെൽഫ് ഈസ് എൻ എക്സാമ്പിൾ. എൻ്റെ ക്രെഡിറ്റ് അല്ല അത്. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ഫോർമാറ്റിൽ ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ കോളേജ് സ്റ്റുഡൻസ്, ഇപ്പോഴത്തെ സ്കൂൾ കുട്ടികൾ കേൾവി പോലും ഇല്ലാത്തൊരു പാട്ടിലേക്ക് ഇത്രയും ആളുകൾ കൂടെ പാടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ പല ജോണേഴ്സ് വന്നതിൻ്റെ ബ്യൂട്ടി കൂടെയാണ്. ആ ക്രെഡിറ്റ് അവിടെയാണ്.
അപ്പം ഞാൻ അതിൽ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കടുംപിടുത്തം എപ്പോഴും അതിനെ എൻ്റെ വളർച്ചയെ തടയുകയുള്ളൂ.